ഇറക്കി വിട്ടാലും പോവില്ല ഇതൊന്നും. എന്ത് ചെയ്യാ, എനിക്കല്ലേലും ഇങ്ങനെ വഴി കൂടെ കൂടെ മൊത്തം വണ്ടി വിളിച്ചു വരും. ടെൻഷനൊക്കെ മാറിയേട്ടാ. എനിക്ക് ടെൻഷൻ നിന്റെ തരും പറഞ്ഞേ. ചേട്ടാ ചേട്ടന്റെ തലയൊന്ന് തണുക്കാൻ വേണ്ടി കേട്ടോ ചേട്ടന്റെ അടുത്ത് ചെയ്തേ. എന്തൊരു ചെയ്തേ? മസാജ്. നീ കേറി പോയാ മാറേ. ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറ. ചേട്ടൻ ഒരു കുഴപ്പമില്ല. നീ ഇവിടെ നിന്ന് പോയി തരണം, എനിക്ക് വലിയൊരു സഹായം. നീ ഇനി ഇവിടെ നിന്ന് സത്യമായിട്ട് പറയോ, ഞാൻ എന്തെങ്കിലും ചെയ്യും. ഞാൻ പറപ്പോ നീ കൊച്ചിന്റെ അടുത്ത് ചൂടാവണം എന്തിനാ? ഒന്നുമില്ല ചേച്ചി. ചേട്ടന് ഭയങ്കര ടെൻഷൻ. ചേട്ടന് ഭയങ്കര ടെൻഷനാണ്. ചേട്ടൻ എന്തൊരു ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്കെന്തൊരു ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല. പിന്നെ എനിക്ക് കുറച്ച് സമാധാനം തന്നാ മതി. തരാൻ പറ്റുമോ? ചേച്ചി ചേട്ടന് സമാധാനം കൊടുക്ക്. ചേച്ചി പോ. ചേച്ചി ഇവിടെ പോയി. നീ പോടി ആദ്യം. പോടി. ഞാൻ പോത്തില്ല. നിന്റെ കപ്പിൾ ഫ്രണ്ട്സ് പോയോടാ? അവര് പോയൊന്നുമില്ല. ഓ, അപ്പൊ അവര് കപ്പിളാണ്. അവര് കപ്പിളൊന്നും അല്ല, അവര് ഫ്രണ്ട്സ് ആണ്. ജസ്റ്റ് ഫ്രണ്ട്സ്. നാടകം? നാടകോ? അല്ല, നാടകമേ റിഹേഴ്സല് എവിടെ വരെ ആയി കേശു മോനെ എന്ന് ചോദിക്കുകയായിരുന്നു. തെരുവ് നാടകത്തിന്റെ റിഹേഴ്സൽ അത് കുഴപ്പമില്ല, പോകണ്ട്. വലിയ വിഷയമൊന്നുമില്ല. അതെ, നിങ്ങൾ ദയവ് പോ. എനിക്ക് കുറച്ച് പ്രൈവസി തരുമോ? പോ. നിന്റെ കപ്പിൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. കപ്പിളല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ഫ്രണ്ട്സ്, പക്ഷെ അവര് തമ്മിൽ നല്ല മാച്ചിങ് ആണ്. നല്ല മാച്ചിങ് ആണെന്ന് ഞാനും പറഞ്ഞു ചേച്ചി. അവരത്ര നല്ല മാച്ചിങ് ഒന്നും അല്ല. കൊച്ചുവായി വലിയവർത്തരം പറഞ്ഞോണ്ടല്ലോ അവര് പോയി. ഓടി ഓടി നോക്കി പിടിപ്പിക്കണം. ഒന്ന് പോയേച്ചി, കാല് പിടിക്കാൻ. ഞാൻ ഒന്ന് പോ പ്ലീസ്. ഒന്ന് സമാധാനമായിട്ടിരുന്നോട്ട്. നിനക്കത്തെ സമാധാനത്തിന് കുറവ്? ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ. ശരി എന്നാ. കല്യാണത്തെ നില എന്താ പാട്ട് പാടിയത്? ചവത്തെ കുത്തിക്കൊണ്ട് പാട്ട് പാടിയതും പോരാ. അതെ. ഓ ജോ പറഞ്ഞു. നമ്മളെ ഹണിമൂൺ എവിടെ പോവാ? ഹണിമൂണിനോ? എന്റെ ബാലയ്ക്ക് എവിടെ പോണ്ടേ? എവിടെ പോയാലും കുഴപ്പമില്ല, ജോ എന്റെ കൂടെ ഉണ്ടായാ മതി. ഞാൻ ഉണ്ടാവില്ല എന്റെ കൂടെ എപ്പോഴും. ബാല, അതെ, ബാലയുടെ അഭിപ്രായത്തില് നമുക്ക് എത്ര കുട്ടികൾ വേണമെന്ന് ആഗ്രഹം? കുട്ടികള് ഒരു 6 കുട്ടികളായാലോ? 6? അതിനെന്താ ഞെട്ടണേ? അല്ല, ഈ 6 കുറച്ച് ഓവറല്ലേ? അയ്യെന്തോവർ? നമ്മുടെ കുട്ടികളെ ഞാൻ നോക്ക പോലെ. അങ്ങനെയാണെങ്കി ഓക്കെ. എന്താ ഇവിടെ പരിപാടി? ജോക്ക് മനസ്സിലായില്ലേ? ഇതാണ് കേശുവിന്റെ അമ്മൂമ്മ. അമ്മൂമ്മ എനിക്കറിയാം. അല്ല, നിങ്ങൾ രണ്ടുപേരും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അമ്മൂമ്മക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കേശുവിന്റെ കൂട്ടുകാരൻ. പണിക്കൊക്കെ പോകുമ്പോ കൊണ്ടുപോകാറില്ലേ കേശുവിനെ? ജോഷുവ. അമ്മൂമ്മക്ക് എന്നെ മനസ്സിലായില്ലേ? ബാലാമണി PS കേശുവിന്റെ കോളേജിൽ പഠിക്കുന്നത്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട്. കേശുവേ, കേശു, കേശുവേ. ഓ എന്താ മുമ്മ? എന്താടാ ഇത്? എന്താ എന്തോന്നാടാ ഇത്? പ്രാക്കാണോ? ഇത് പാർക്കാണോന്ന്? നമ്മുടെ വീടല്ലേ? അപ്പൊ ആ ഒരു ചിന്തയുണ്ട് നിനക്കില്ല? മുമ്മിങ് വന്നേ. നീ പറഞ്ഞു. നിന്റെ ലീലാവിലാസങ്ങൾ പൊറാഞ്ഞിട്ടാന്നോ കോളേജിൽ നിന്ന് കുറെ എണ്ണത്തിനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നേക്കുന്നേ?
അമ്മൂമ്മ എന്തോന്ന് അമ്മൂമ്മ? ഞാൻ തേങ്ങ എടുക്കാൻ അവിടെ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ അവിടെ കൊച്ചുങ്ങൾ എത്ര വേണമെന്നുള്ള ആലോചന നടക്കുന്നു. എടോ, പല്ല് കടിച്ച് പൊട്ടിക്കണ്ട. എടാ കേശു, നിന്റെ അമ്മൂമ്മ നിന്നെ പോലെ അല്ലേ, ഭയങ്കര മോറൽ പോലീസിങ് അല്ലേ? അതെ. എന്ന് വെച്ചാ അമ്മൂമ്മ സദാചാര പോലീസാന്ന്. എന്റെ വീടേ പ്രേമിക്കാനുള്ള പാർക്കല്ല. ഇവരോടൊക്കെ പ്രേമിക്കുമായിരുന്നോ? ഞാനേ തേങ്ങ എടുക്കാൻ വന്നപ്പോ ഇതാണ് നിങ്ങളെല്ലാരും ഞെട്ടിയില്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. വിജയിക്കൂടാ, വിജയിക്കും. ഇത് വിജയിക്കും. അതെ. മനസ്സിലായില്ല? ഞാൻ നേരത്തെ നാടകത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ചേച്ചി. ഇതാണ് നമ്മുടെ തെരുവ് നാടകം. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് ഇവര് രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ ഏതെങ്കിലും തെരുവിന്റെ സൈഡിൽ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മയെ പോലെ, അമ്മൂമ്മ ഇപ്പം വന്നല്ലോ, അതേപോലെ അവിടെ തെരുവിൽ നാടകം കളിക്കുമ്പോൾ ഏതെങ്കിലും മാമന്മാരോ മാമിമാരോ വരും. അങ്ങനെ പ്രശ്നം ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഞങ്ങൾ phase 2 പോകും. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് ആണ്. ആ ക്ലൈമാക്സിലൂടെ നമ്മൾ ഹിറ്റ് ആവും. അല്ലടാ പിന്നെ ഇവൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ കേശുവേ കോളേജിൽ നാടകം ചെയ്യുന്നു. ജോഷുവ നായകൻ, ബാലാമണി PS നായിക. അതിന്റെ പ്രാക്ടീസ് ആണെന്നാ പറയണേ. ഓ, നാടകമായിരുന്നോ? കേശു, இந்த നാടകത്തില് നീയും നടിക്ക പോറിയാ? അവൻ ഗസ്റ്റ് റോൾ അല്ലേ ആന്റി, കൂടെ ഡയറക്ഷനും. തന്നെ അമ്മൂമ്മ. അമ്മൂമ്മ എന്നാ പിന്നെ ഞങ്ങള് എന്നാ പിന്നെ നിങ്ങളുടെ നാടകം നടക്കട്ടെ. നടക്കട്ടെ. உங்களுக்கு பசிக்கும் போது சொல்லுங்க, நான் ஃபுட் கொண்டு தரேன். ശരി. നീ അവിടെ ഇല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ അറിയത്തില്ല, ഞാൻ ചോദിക്കുകയാണ്. എടാ ഞങ്ങൾ ഈ ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കായിരുന്നു. ഫ്യൂച്ചർ തേങ്ങ, നിനക്കൊന്നും ഒരു ഫ്യൂച്ചറും ഇല്ല. നിന്റെ അച്ഛനും മാവനുമേ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ത്രില്ലായ